ഡോക്ടർ ഫസൽ ഗഫൂർ, വിദ്യാഭ്യാസ നയം കൂടി ഇവിടുത്തെ വിദ്യാഭ്യാസ നയത്തെ വിഴുങ്ങുന്ന രൂപത്തിലേക്ക് അത് വരുമെന്നുള്ള കാര്യം സംശയമില്ല. അത് അംഗീകരിക്കേണ്ടി വരും. അത് അംഗീകരിക്കാൻ ബാധ്യതപ്പെട്ടതാണ് ഓരോ സംസ്ഥാനവും എന്നുള്ളതാണ് കേന്ദ്രത്തിന്റെ നിലപാട്. അല്ലെങ്കിൽ ഫണ്ടില്ല. ഡോക്ടർ ഫസൽ ഗഫൂർ, ആദ്യം തന്നെ ഒരു കാര്യം പറയാം. ഇതിൽ വലിയ ആശങ്ക എന്ന് പറഞ്ഞിട്ടുള്ള ഒറ്റ കാര്യത്തിൽ മാത്രമേ ഉള്ളൂ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വിദ്യാഭ്യാസ പ്രസ്ഥാനം നമ്മൾക്ക് നമ്മുടെ സിലബസിൽ പ്രത്യേകിച്ച് ടെക്സ്റ്റ് ബുക്കുകളുടെ കാര്യത്തിലൊക്കെ എന്തെങ്കിലും തരത്തിലുള്ള മാറ്റം വരുത്തുക, അത് ചരിത്രപരമായ കാര്യങ്ങളിൽ പ്രത്യേകിച്ചും ശാസ്ത്രപരമായ കാര്യങ്ങളിൽ മാറ്റം വരുത്തുക എന്നുള്ള. കാരണം ടെക്സ്റ്റ് ബുക്കൊക്കെ ഇപ്പോൾ എൻ്റെ കയ്യിൽ തന്നെ ഉണ്ട്. ഞങ്ങളുടെ സ്കൂളിൽ ഞാനിപ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ വരുത്തിച്ച് നോക്കിയിട്ടുണ്ട്. അപ്പോൾ അതൊരു ചെറിയ ചെറിയ മാറ്റങ്ങൾ, വലിയ അങ്ങനെ ഭയങ്കരമായിട്ടുള്ള മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാലഘട്ടത്തിൽ നടന്ന സംഭവങ്ങളെ വിലയിരുത്തുമ്പോൾ അതിനൊരു കാഴ്ചപ്പാടുണ്ടാവുമായിരിക്കും, അത് ഓക്കെ. പക്ഷേ മൊത്തത്തിൽ ഞാൻ പറയട്ടെ, ഇത് എൻ്റെ പ്രശ്നങ്ങൾ തുടങ്ങുന്നത് നമ്മളെ ന്യൂട്രലായിട്ട് ഞാൻ പറയുന്നു. ആദ്യം തന്നെ ഇന്ത്യ സഖ്യത്തിൽ പെട്ടവർ തന്നെയാണ് CPM-ഉം CPI-യും. അതിന് കോൺഗ്രസ് മാത്രമൊന്നുമില്ല. കോൺഗ്രസ് അതിൽ ആകെ ഇപ്പോൾ ബാക്കി നിൽക്കുന്നത് തമിഴ്നാടും വെസ്റ്റ് ബംഗാളും മാത്രമേ ഉള്ളൂ. അവരാണിത് പൂർണ്ണമായിട്ട് മാറി നിൽക്കുന്നത്. അവർക്കും വലിയ പണത്തിൻ്റെ ലോസ് ഉണ്ട്. അപ്പോൾ ആ പണത്തിൻ്റെ കിട്ടിയില്ല എന്ന് വിചാരിച്ചിട്ട് നമ്മൾ സൈദ്ധാന്തികമായിട്ടുള്ള താത്വികമായിട്ടുള്ള വിഷയങ്ങളിൽ നിന്ന് പിന്മാറാൻ പാടില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. രണ്ടാമത്, അങ്ങനെ പിന്മാറിയാൽ തന്നെ മനസ്സിലായി 1900 എഗെയിൻ ഞാൻ വീണ്ടും പറയാണ്, എമർജൻസിയുടെ കാലഘട്ടത്തിൽ കൺകറൻറ്റ് ലിസ്റ്റ്, അതായത് സ്റ്റേറ്റ് ലിസ്റ്റിൽ നിന്ന് കൺകറൻറ്റ് ലിസ്റ്റിലോട്ട് എടുത്തു മാറ്റിയതാണ് ഈ വിദ്യാഭ്യാസത്തെ. അപ്പോൾ അങ്ങനെ ആവുമ്പോൾ നിങ്ങൾ പലരും പറയുന്ന മാതിരിയല്ല, കൺകറൻറ്റ് ലിസ്റ്റ് സ്റ്റേറ്റും മറ്റേ നമ്മുടെ ഗവൺമെൻറ് കേന്ദ്രവും തമ്മിൽ ഒരു ഏറ്റുമുട്ടൽ ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെ ഫലത്തിൽ വരാൻ പോകുന്നത് കേന്ദ്രം പറയുന്നത് നടക്കുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ നമ്മളിപ്പോൾ എന്തെങ്കിലും ഒത്തുതീർപ്പ് ഉണ്ടാക്കിയെന്ന് വിചാരിച്ചോ, ആ ഒത്തുതീർപ്പിൽ തന്നെ പ്രശ്നമുണ്ട്. ഒരു കാര്യം എനിക്ക് മനസ്സിലാവുന്നില്ല, ഇനിയിപ്പോൾ ഇലക്ഷൻ 6 മാസമുള്ളൂ. അതിൻ്റെ ഇടയിൽ എന്തിനാണ് ഈ വയ്യാവയിലെടുത്തിട്ട് കഴുത്തിൻ്റെ മുകളിലെടുത്തിരുന്നത് മന്ത്രി പാമ്പിനെടുത്തിട്ട് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം അത് തീരെ ബുദ്ധിപൂർവ്വമായിട്ടുള്ളൊരു കാര്യമല്ല. ഇലക്ഷൻ വരുമ്പോൾ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ എടുത്ത് കുറച്ച് മാറ്റി വെച്ചേക്കുന്നേ, പിന്നീടത്തേക്ക് മാറ്റി വെച്ചേക്ക്. അപ്പോൾ അത് ഇട്ടിരിക്കുന്ന സ്ഥിതിക്ക് ഇത് കൂടുതലും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളെ സംബന്ധിച്ചിടത്തോളമാണ് പ്രശ്നമുള്ളത്. ഇപ്പോൾ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചോ കോൺഗ്രസിനെ പറ്റിയൊന്നും വലിയ പ്രശ്നമല്ല അവരെക്കൊണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം സൈദ്ധാന്തികമായിട്ട് അങ്ങനെ ഒരു പോസ്റ്റർ എടുക്കുന്ന ആൾക്കാരാണ് എനിക്ക് തോന്നുന്നില്ല. ഈ നയം തന്നെ ഞാൻ പരിശോധിച്ചു ആണ് അതെ അല്ല പറയേണ്ടതാണ് എന്ന് സംശയമൊന്നുമില്ല. പറഞ്ഞ് ഞാൻ കേട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ പറഞ്ഞതിൻ്റെ അവരാരെങ്കിലും ഉണ്ടാവണമല്ലോ. ഇപ്പോൾ ഉദാഹരണം സിദ്ധരാമയ്യ അങ്ങനെ നടപ്പാക്കിയിരിക്കുന്നു, രേവന്ത് റെഡ്ഡി അങ്ങനെ നടപ്പാക്കിയിരിക്കുന്നു. അതാണ് ഞാൻ പറയാൻ കാരണം പ്രശ്നമുണ്ടെന്നുള്ളത്. പക്ഷേ അതുകൊണ്ട് ഇവർ ചെയ്യുന്നത് ശരിയാണെന്നുള്ളത് ഞാൻ പറയുന്നില്ല. നേരത്തെ രജി പറഞ്ഞ ഒരു പോയിന്റിനോട് ഞാൻ യോജിക്കുക. അവിടെ PM ശ്രീ എന്ന് എഴുതിയൊക്കെ ഉണ്ടേക്ക് വരും. കാരണം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ പേരോ ഫോട്ടോ ഞങ്ങൾ വെക്കൂല എന്ന് പറയുന്നത് അത് നമുക്ക് ന്യായീകരിക്കാൻ പറ്റില്ല. അത് എഴുതി വെക്കണം. വേണമെച്ചാൽ PM ശ്രീയുടെ കൂടെ നമുക്ക് ക്യാപ്റ്റൻ PM ശ്രീ എന്ന് കൂടെ എഴുതി വെക്കാൻ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ രണ്ടും കൂടെ ഒന്ന് ബാലൻസ് ചെയ്ത് വെക്കണതിനെ കൊണ്ടൊന്നും യാതൊരു കുഴപ്പമില്ല. പക്ഷേ ബേസിക്കായിട്ട് ഈ ഫെഡറൽ സിസ്റ്റത്തിൽ എത്രത്തോളം പോറിലയപ്പിക്കും എന്നുള്ളതിനെ പറ്റിയിട്ടുള്ളതാണ് ചർച്ച വേണ്ടത്. ബിനോയായിട്ട് ഞാനിത് സംസാരിച്ചിരുന്നു. അപ്പോൾ ബിനോയ് പറയുന്നത് സെക്കുലറിസത്തിൻ്റെ വിഷയമാണ്. അപ്പോൾ ഞാൻ ബിനോയിനോടാണ് ഫെഡറൽ സിസ്റ്റത്തിൽ എന്തുമാത്രം പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്നുള്ളത്. പിന്നെ BJPയുടെ പ്രതിനിധി പറഞ്ഞ മാതിരിയല്ല, എൻ്റെ മക്കൾ പഠിച്ചിട്ടുണ്ട് തമിഴ്നാടിലും തെലുങ്കാനയിലും ഒക്കെ, ഞാനും പഠിച്ചിട്ടുണ്ട് ബീഹാറിലും ശ്രീനഗറിലൊക്കെ. സാധാരണ സ്കൂൾ തന്നെയാണ് ഇതൊക്കെ, സാധാരണ കോളേജിൽ തന്നെ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ പഠിച്ചിട്ടുള്ളപ്പോൾ ഒരു സംശയം വേണ്ട, അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചറൊക്കെ മോശം തന്നെയാണ്. അതിപ്പോൾ ആരൊന്ന് ഭരിച്ചിരുന്നുള്ളതല്ല പ്രശ്നം, ആ ഭരിച്ചിരുന്ന ആരായാലും അവിടെ കേരളത്തെക്കാട്ടൊക്കെ എത്രയും പുറയിലാണ്. പിന്നെ BTech വിദ്യാർത്ഥിയെ പറ്റി പറഞ്ഞതിനോട് ഞാൻ വിളിച്ചാൽ യോജിക്കാം. അത് കാരണം അത് സ്വയാശ്രയ നയത്തിൻ്റെ പോരായ്മ കൊണ്ടാണ് അങ്ങനെ വന്നിട്ടുള്ളത്, അത് വേറെ വിഷയം. അപ്പോൾ ഈ തിരിച്ച് നമ്മുടെ വിഷയത്തിലോട്ട് വരുമ്പോൾ ഗവൺമെൻറ് എന്ത് ഗ്യാരണ്ടീസാണ് ഇപ്പോൾ തരുന്നത്? ശിവൻകുട്ടി എന്ത് വാക്കാൽ ഗ്യാരണ്ടി പറഞ്ഞിട്ട് കാര്യമില്ല. എന്ത് തരത്തിലാണ് ആ ഗ്യാരണ്ടി എന്നുള്ളത്, എങ്ങനെയാണ് ഇത് ധാരണയിൽ ഒപ്പിടുന്നത്, മറ്റേ ഇതിൽ നമ്മുടെ ഡോക്യുമെൻ്റ് എങ്ങനെയാണ് ഒപ്പിടാൻ പോകുന്നത്, അങ്ങനെ ഒരു ഗവൺമെൻറ് ഒരു ഇത് ഒപ്പിടുകയാണെങ്കിൽ അതിൽ എന്ത് ഗ്യാരണ്ടി ഉണ്ടെന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ്. അല്ലാതെ സെൻട്രൽ ഗവൺമെൻറ് പറയുന്ന എല്ലാ കാര്യങ്ങളും അംഗീകരിച്ചുകൊണ്ട് നമ്മളത് ഒപ്പിടുകയാണെങ്കിൽ NCERT ടെക്സ്റ്റ് ബുക്കുകൾ അതൊക്കെ വളരെ വ്യക്തമായിട്ട് BJPയുടെ വക്താവ് ഒരു ഇതുമില്ലാതെ പറഞ്ഞിട്ടുണ്ട്, ഒരു മടിയില്ലാതെ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു തന്നെ കറക്റ്റ്. അദ്ദേഹം പറയുന്നത് NEP ഇവിടെ നടപ്പാക്കുന്നു. അപ്പോൾ ആ NEP നടപ്പാക്കുമെന്ന് പറയുമ്പോൾ അതിനോട് എതിർപ്പുള്ള ആൾക്കാർ, ഇപ്പോൾ ഉദാഹരണം ഞാൻ തന്നെ എതിർപ്പുണ്ടെന്ന് ഞാൻ പറയാം. അപ്പോൾ അങ്ങനെ എതിർപ്പുള്ള ആൾക്കാർ അവർക്കൊരു അഷ്വറൻസ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇത് ക്യാബിനറ്റിൽ വെച്ചിട്ട് ചർച്ച ചെയ്തിട്ട് അതിൽ മനസ്സിലായി വ്യക്തമായിട്ട് CPIയുടെ എതിർപ്പുണ്ടെങ്കിൽ ആ എതിർപ്പ് രേഖപ്പെടുത്തിക്കൊണ്ട്, അല്ലെങ്കിൽ പിന്നീടൊരു കാലത്ത് CPIയും ഇതിൻ്റെ കുരിശ് വഹിക്കേണ്ടി വരും. ഇങ്ങനെ ഇത് നേരത്തെ ക്യാബിനറ്റ് ചേരുകയും CPI എതിർപ്പ് വരികയും അത് വേണ്ടെന്ന് വെക്കുകയും ചെയ്യുകയായിരുന്നല്ലോ ആദ്യം. അത് രണ്ട് വേണം.
അതെനിക്കറിയാം. പക്ഷെ ഞാൻ പറഞ്ഞു ഇപ്പം പാസ്സാക്കിയാൽ ആ എതിർപ്പിനെ വേണ്ട അവർ ആ എതിർപ്പ് പിൻവലിച്ചെന്നല്ല വരിക. അപ്പോൾ അതിന് പകരമായിട്ട് ക്യാബിനറ്റിൽ ഒരിക്കൽ കൂടെ ഈ മാറ്റർ കൊണ്ടുവരികയും അതിനെപ്പറ്റി ചർച്ച ചെയ്തതിന് ശേഷം ഇത് നമ്മൾ നേരത്തെ പഠിച്ച മാതിരി ഇപ്പം ഇവർക്കുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ വേറെ കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് ഞാനിപ്പോൾ ഇതാക്കാം. അതായത് ഈ സർവ്വശിക്ഷ അഭിയാനം കൊടുക്കാനുള്ള പണമുണ്ട്. ആ പണമാണ് ഇത് പിടിച്ചു വച്ചിരിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വേണമെങ്കിൽ നമുക്ക് തിരുത്താം. അങ്ങനെയാണെങ്കിൽ ഒരു പ്രോഗ്രാമിന് കൊടുക്കേണ്ട പണം മറ്റൊരു പ്രോഗ്രാമിന് കൊടുക്കാതിരിക്കുക അത് ശരിയായിട്ടുള്ളൊരു നയമല്ലല്ലോ. ഈ രണ്ടാമത്തെ പ്രോഗ്രാം കൊടുക്കാതിരിക്കുക, നിങ്ങളിത് ഒപ്പിട്ടില്ലേ ഞങ്ങൾ കൊടുക്കണില്ല, അതിന് പകരമായിട്ട് അതിന് കൊടുക്കാനുണ്ടെന്ന് പറഞ്ഞിട്ടാണെന്ന് ഞാൻ കേട്ടത് കേട്ടോ, ചാനലിൽ കേട്ടാണ് ഞാൻ ആ കാര്യം. അങ്ങനെയാണെങ്കിൽ അത് തെറ്റായിട്ടുള്ളൊരു കാര്യമാണ്. അതൊരു ജാതി ബ്ലാക്ക് മെയിലായി പോകില്ലേ. അപ്പോൾ അത് ശരിയായിട്ടുള്ളൊരു കാര്യമല്ല. ഏതായാലും ഇത് കുറച്ചും കൂടെ ജനങ്ങളുടെ ഇടയിൽ ചർച്ച ചെയ്യണം. എന്താ പറയുക, ഇപ്പം തന്നെ ഫൈനലായിട്ട് ഞാൻ പറയാം, നമ്മൾ ഈ ചർച്ചയൊക്കെ ചെയ്ത് നിങ്ങൾ നോക്കിക്കോളൂ. ഈ ചർച്ചയ്ക്ക് ശേഷം വൈകുന്നേരം ഇതിന് ശേഷം എത്ര പേര് ഈ ചാനൽ ഈ ചർച്ച കണ്ടിട്ടുണ്ടാവുമെന്ന്. അവരാരും ഇത് കാണുന്നുണ്ടാവില്ലേ, അവർ പോയിട്ട് ആ തട്ടത്തിന് മറയത്തിൻ്റെ പുറകെ പോയി നിൽക്കുന്നുണ്ടാവും. മനസ്സിലായോ? അപ്പോൾ അത് ഇതിലോട്ട് കുറച്ചും കൂടെ ജനങ്ങളിലോട്ട് ഈ ചർച്ച കൊണ്ടുവരികയും ഒരു കാര്യം അപ്പോൾ ആ ജനങ്ങളിൽ എന്താണ് അതിനെപ്പറ്റിയുള്ള കാഴ്ചപ്പാടെന്ന് കൂടി വ്യക്തമാക്കിയതിന് ശേഷം മാത്രമേ ഇത് ക്യാബിനറ്റിൽ കൊണ്ടുവന്ന് നടപ്പാക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ് എൻ്റെ വ്യക്തമായിട്ടുള്ള അഭിപ്രായം. ശരി, ശ്രീ റിജു ലൂക്കോസിലേക്ക് ഇടവേളയ്ക്ക് ശേഷം വരാം. എന്തുകൊണ്ട് ക്യാബിനറ്റിൽ വെച്ച ശേഷം CPIയുടെ കൂടി പിന്തുണ ഉറപ്പാക്കിയ ശേഷം തീരുമാനം എന്നതിലേക്ക് പോകുന്നില്ല? ഏകപക്ഷീയമായ തീരുമാനം. Debate with Smriti Parithikar.